പത്തനംതിട്ട കോയിപ്രം മർദ്ദന കേസിൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും വെട്ടുകത്തിയും കണ്ടെത്തി. പ്രതികളുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചത്. പ്രതികൾക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് കോയിപ്രം പോലീസിന്റെ തീരുമാനം. ആലപ്പുഴ സ്വദേശിയുമായി പ്രതികളായ ജയേഷിന്റെയും രശ്മിയുടെയും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആലപ്പുഴ സ്വദേശിയുടെ 2 ഫോണും റാന്നി സ്വദേശിയുടെ 1 ഫോണും വെട്ടുകത്തിയും കണ്ടെത്തിയത്. നഖം പിഴുതെടുക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന പ്ലെയറും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. കണ്ടെത്തിയ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോയിപ്രം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ആലപ്പുഴ സ്വദേശിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷമായിരുന്നു സംഭവസ്ഥലത്തും എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഇരകൾ കൃത്യമായ മൊഴി നൽകാൻ പോലും തയ്യാറായിരുന്നില്ലെങ്കിലും ഇന്നലെ നടന്ന മൊഴിയെടുപ്പിലൂടെ കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ട്. ഇരകളുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പ്രതികളുടെ പക്കലുണ്ട്. പ്രതി ജയേഷിന്റെ ഫോണിൽ കൂടുതൽ പീഡന ദൃശ്യങ്ങളുമുണ്ട്. ഇവ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വീണ്ടെടുക്കാനാണ് ആലോചന. ഈ ദൃശ്യങ്ങളിൽ കൂടുതൽ ഇരകൾ പീഡനത്തിനിരയായ തെളിവുകളുണ്ടെന്നും അന്വേഷണ സംഘം കരുതുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ നാളെ നൽകും. ഭാര്യ രശ്മിയുമായി സൗഹൃദമുണ്ടെന്ന സംശയത്തിൽ സുഹൃത്തുക്കളെ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചു എന്നതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം. കുറ്റകൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജയേഷിന്റെ ഫോണിൽ നിന്നും വീണ്ടെടുക്കുന്ന ദൃശ്യങ്ങളിൽ കൂടുതൽ ഇരകൾ ഉള്ളതായി തെളിഞ്ഞാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും. വിശദമായ ചോദ്യം ചെയ്യലിലൂടെയും ഡിജിറ്റൽ തെളിവുകളുടെയും ശാസ്ത്രീയ പരിശോധനയിലൂടെയും സംഭവത്തിലെ ദുരൂഹത നീക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.